സുപ്രധാനമായ മറ്റൊരു തീരുമാനം കൂടി ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ സിൽവർ ലൈൻ പദ്ധതിക്ക് പകരമായ പുതിയ അതിവേഗ റെയിൽ പദ്ധതിക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം എന്ന പദ്ധതി നടപ്പിലാക്കാൻ മന്ത്രിസഭാ യോഗം തത്വത്തിൽ അംഗീകാരം നൽകിയിരിക്കുകയാണ്. ഇത് കേന്ദ്ര സർക്കാരിനെ ഈ തീരുമാനം അറിയിക്കും. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട അനുബന്ധ നടപടികളിലേക്ക് കടക്കണം എന്ന ആവശ്യമായിരിക്കും കേന്ദ്ര സർക്കാരിനെ അറിയിക്കുക എന്നാണ് വിവരം. എന്തായാലും ബജറ്റ് അവതരണത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുന്നതിനിടയിലാണ് സുപ്രധാനമായി ഈ തീരുമാനങ്ങൾ സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ കൈക്കൊണ്ടിരിക്കുന്നതെന്നതാണ് ശ്രദ്ധേയം. ഇതിൽ പ്രായോഗിക തലം കൂടി ചർച്ച ചെയ്യപ്പെടുന്നുണ്ടല്ലോ, പ്രത്യേകിച്ച് മധുരയിലെ കാര്യത്തിൽ. അപ്പോൾ അതിന്റെ ചോദ്യങ്ങളോട് എങ്ങനെയാണ് മാധ്യമപ്രവർത്തകരോട് റവന്യൂ മന്ത്രി പ്രതികരിച്ചത്? തീർച്ചയായിട്ടും, അതായത് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട്, അതായത് സംസ്ഥാന സർക്കാർ അതുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങളുമായി മുമ്പോട്ട് പോകാനുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നു. ആ കാര്യം നേരത്തെ തന്നെ നമുക്കറിയാം. മെട്രോ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് കൊച്ചി മെട്രോയ്ക്കടക്കം അതിന്റെ നിർമ്മാണ ഘട്ടത്തിൽ അതിന്റെ DPR തയ്യാറാക്കുന്നതിനടക്കം നേതൃത്വം നൽകിയത് E. ശ്രീധരനായിരുന്നു. അത് കേന്ദ്ര സർക്കാർ അതുമായി ബന്ധപ്പെട്ട കൃത്യമായ ഇടപെടലുകൾ നടത്തിയിരുന്നു. തരത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഈ ആവശ്യം, ഈ പദ്ധതിക്ക് അംഗീകാരം നൽകിയ കാര്യം കൃത്യമായി കേന്ദ്ര സർക്കാരിനെ അറിയിക്കുക എന്നതാണ് പ്രാഥമികമായ നടപടി. ഏതാണ്ട് 570 കിലോമീറ്റർ നീളുന്ന പാതയാണ് ഇതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ അതിന്റെ തുടർ നീക്കങ്ങളുടെ ഭാഗമായി അനുബന്ധ നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കണമെന്ന കാര്യമായിരിക്കും സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ അറിയിക്കുക. പിന്നീട് പദ്ധതിയുടെ ചെലവ് കണക്കാക്കും. അത് എങ്ങനെ കേന്ദ്രവും കേരളവും കൂടി വഹിക്കുന്നത്, ഏത് അനുപാതത്തിലായിരിക്കും എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വൈകാതെ തന്നെ ഒരു വ്യക്തത ഉണ്ടാകും. എന്തായാലും സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഇങ്ങനെ ഒരു നിർണായക തീരുമാനം എടുത്തിരിക്കുന്നു എന്നത് ഏറെ എടുത്തു പറയേണ്ട കാര്യമാണ്. നേരത്തെ നമുക്കറിയാം, കേരളയിൽ പദ്ധതി നടപ്പിലാക്കുന്നതിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്ന നാടാണ്. അവിടെയാണ് ഈ അതിവേഗ റെയിൽ പാതയ്ക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ വീണ്ടും തത്വത്തിൽ അംഗീകാരം നൽകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായി മറ്റ് രാഷ്ട്രീയ കക്ഷികൾ ഏത് തരത്തിൽ ഇതിനോട് പ്രതികരിക്കും, കേന്ദ്ര സർക്കാരിന്റെ ഇതിനോടുള്ള ഒരു സമീപനം എങ്ങനെയായിരിക്കും, ഇതൊക്കെയാണ് ഇനി അറിയണത്. റൈറ്റ്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഡാൻ പുലിയാണ് നൽകിയത് തിരുവനന്തപുരത്ത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.